അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ സമ്മർ തുടങ്ങി. അപ്പം നല്ല അടിപൊളി വെതറല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം നടക്കാൻ ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വാക്കിംഗ് ഒക്കെ തുടങ്ങി, എക്സസൈസ് ഒക്കെ തുടങ്ങി. പാർക്ക് നിറയെ ആൾക്കാരാണ്. ഇവിടെ നല്ല അടിപൊളി ചൂടാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ആയി. നിങ്ങൾ നോക്കിയാൽ 5 o'clock ആയ പോലെയാണ്. ഇവിടെ ഈ സമ്മർ ടൈമിൽ ഇങ്ങനെയാണ്, ഡേ ടൈം കൂടുതലാണ്. ഒരു 9:30 ആയാലും രാത്രിയാകുന്നത്. അപ്പം നമുക്ക് പാർക്കിലേക്ക് പോകാം, നടക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പാർക്ക് ഇവിടെ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഈ പാർക്ക് കണ്ടു നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന പിങ്ക് ഫ്ലവർ ടെക്സസ് ഫ്ലവറാണ്. ഇതിങ്ങനെ പിങ്ക്, പർപ്പിള്, വൈറ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് പാർക്കിലേക്ക് പോകാം. നമ്മളിവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ എല്ലാവരും ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരുന്നത്. ഒരാൾ ഓൾറെഡി ഡോഗ്സിനെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. midnight to 5 AM ആണ് പാർക്ക് ക്ലോസ്. നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടിയെ കൊണ്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്കുണ്ട്. പട്ടി പൂപ്പ് ചെയ്യുവാണെങ്കിൽ അവർ തന്നെ പ്ലാസ്റ്റിക് ബാഗും ഗ്ലൗസും ഒക്കെ കൊണ്ടെടുത്തുകൊണ്ട് ട്രാഷ് കളയുന്നതൊക്കെ കളഞ്ഞോണം. പിന്നെ നമ്മുടെ പാർക്കിൽ ഇങ്ങനെ ലേക്ക് ഉണ്ട്, നടുക്ക്. പാർക്കിന് നടുക്ക് ലേക്ക്. പിന്നെ ലേക്കിൻ്റെ എറൗണ്ട് നമ്മളിങ്ങനെ റൗണ്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നല്ല രസമാണ്. ഈ പാർക്കിൽ കണ്ടോ, അടിപൊളി ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഡക്സ് ആൻഡ് ഗീസ് ഇവിടെ വരും. എന്നിട്ട് എല്ലാ അവന്മാരും ഇട്ടാണ്ട് പുറത്തിറങ്ങിയിരിപ്പുണ്ട്. കുറേ അവന്മാർ വെള്ളത്തിൽ കൂടെ കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം. പിന്നെ ചൂട് സമയത്താണെങ്കിലും ചിലരൊക്കെ ഇങ്ങനെ ചൂട് സമയത്ത് വരുമല്ലോ. ഇവിടുത്തെ ഈ വൈറ്റ് പീപ്പിളൊക്കെ ചൂടൊന്നും അവർക്കില്ല. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലേക്കിൽ നിന്ന് ഇങ്ങനെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ചൂട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ ഗീസ്, ഡക്സ്, കുട്ടന്മാരൊക്കെ ഇവിടെ കയറിയിരിപ്പുണ്ട്. കുറേ അവന്മാർ വെള്ളത്തിൽ കൂടെ കളിക്കുകയാണ്. പിന്നെ ഈ കിഡ്സൊക്കെ വന്നിട്ട് ഇതിനെയൊക്കെ ഫീഡ് ചെയ്യും കേട്ടോ. ഫീഡ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ വരും കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫൗണ്ടൻ. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ടെക്സസ് ഫ്ലവർ, അല്ലാത്ത ഫ്ലവറുകളൊക്കെ ഇങ്ങനെ എറൗണ്ട് ഏരിയയിലുണ്ട്. പാർക്കിൻ്റെ എറൗണ്ട് ഏരിയ. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് ഇതിലെ ഇവിടെ. പിന്നെ കൂട്ടത്തിൽ പട്ടിയുണ്ട് കുറേ പേരുടെ. ഡോഗ്സിനെ എക്സസൈസ് ചെയ്യിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഹൗസിൻ്റെ എറൗണ്ട് ഏരിയയിൽ കുറേ പാർക്കുകളുണ്ട്. എൻ്റെ ഫേവറേറ്റ് പാർക്ക് ഇതാണ്. ഈ സ്ഥലമാണെങ്കിൽ ഒരു അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ഇത് മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ആൾക്കാർ എടുക്കുന്നതായിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് നമുക്കിങ്ങനെ സൊറബറയൊക്കെ പറഞ്ഞ് നമുക്കിരിക്കാൻ അടിപൊളി സമയമാണ്. നല്ലൊരു അടിപൊളി വൈബല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ ഇച്ചിരി ആൾക്കാർ കുറവാണ്. പിന്നെ പാർക്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഓൾമോസ്റ്റ് 8:45 ആയി. എന്നിട്ടും കണ്ടില്ലേ നല്ല സമയമാണ്. 5:30 ആയ പോലെയാണ്. അപ്പം നമുക്കിത് നടക്കാൻ പറ്റിയ സമയമാണ്. അപ്പം ഞാൻ എൻ്റെ പാർക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വാക്കിംഗ് തുടരാം. ഇനി ആൾക്കാരും വാങ്ങിക്കണേ കണ്ടോ, ഐസ്ക്രീംകാരനും ഉണ്ട്. ഐസ്ക്രീംകാരൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുകയാണ് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാർക്കിലെ ഒരു റെസ്റ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നടന്ന് നമ്മൾ ടയേർഡാകുമ്പോൾ ഇവിടെ ഇരിക്കാം. പിന്നെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ബാർബിക്യൂൻ്റെ ഗ്രില്ലും ഉണ്ട്. ആർക്കിങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ബാർബിക്യൂ ഉണ്ടാക്കാം. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. രണ്ടോടത്തിന് അവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. പിന്നെ ഇവിടെ ട്രാഷ് ക്യാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പം നമുക്കിവിടെ പിന്നെ കിഡ്സിനെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് കയറിയിരിക്കാം, പ്രായമുള്ളവർക്ക് കയറിയിരിക്കാം, ആർക്ക് വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. റെസ്റ്റിംഗ് സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്.
ഉണ്ടോ, ഡ്രിങ്കിങ് വാട്ടറുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പാർക്കിലുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റ് റൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഒത്തിരി ഗീസ് ആൻഡ് ഡക്സ് ഉണ്ട് കണ്ടോ, എല്ലാം കൂടെ ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. കുറേ അവന്മാർ കരയ്ക്ക് കയറിയിരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് ആൾക്കാരെ വെള്ളത്തോട് നോക്കുന്ന ഫിഷും പിന്നെ നമ്മുടെ ആമകളുണ്ട്. ആമയൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഒത്തിരി ആമകളുണ്ട് വെള്ളത്തിൽ, വലുതും ചെറുതും എല്ലാം ഉണ്ട്. കൂട്ടത്തോടെ വരും, വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഇതൊരു വെല്ലു എടുത്താൽ കിടപ്പുണ്ട്. കണ്ടിട്ട് ഏതാണ്ട് വരും. നീന്തി വരുന്നു, സ്വിം ചെയ്ത് വരികയാണ് ആമകൾ, കിണറുകൾ. നമ്മുടെ ഫ്ലവേഴ്സ്, എല്ലാം ഫ്ലവേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈബ്രറി. ഇവിടെ വന്നിട്ട് നമുക്ക് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാം, പഠിക്കാൻ വന്നിരുന്ന് പഠിക്കാം. പിന്നെ കിഡ്സിനെയും കൊണ്ടൊക്കെ വരാം. അവരുടെയൊക്കെ പുസ്തകങ്ങളും ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പുസ്തകം വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് 3 വീക്സ് യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ട് റിട്ടേൺ ചെയ്യാം. പിന്നെ അടുത്ത പുസ്തകം എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് നല്ല സൗകര്യമുണ്ട് ഈ ലൈബ്രറി. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈബ്രറിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു അടിപൊളി ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഇവിടെ മെമ്മോറിയൽ ഡേയും നമ്മുടെ ജൂലൈ 4th ഉണ്ടല്ലോ, നമ്മുടെ US ഇൻഡിപെൻഡൻസ് ഡേ, അതിനൊക്കെ ഇവിടെ കൊണ്ട് ഇഷ്ടംപോലെ ഫ്ലാഗ് ഇങ്ങനെ റൗണ്ടിലാക്കി വെക്കും. കണ്ടോ, അടിപൊളി ഫൗണ്ടൻ. ബ്ലൂ റെഡ് വൈറ്റ് കളേഴ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കിഡ്സിനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലേ. ഇവർക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണാനായിട്ടൊക്കെ ഇതിലൊക്കെ നടക്കാൻ നല്ല രസമല്ലേ. അതുകൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ആൾക്കാർ നടക്കുകയാണ്. കുറേ ഗീസ് ആൻഡ് ഡക്സ് കയറിയിരിപ്പുണ്ടേ. അമ്മമാർക്കൊന്നും ഒരു പേടിയില്ല നമ്മൾ അടുത്തോട്ട് ചെന്നാലും.
ഇവിടെയും കയറി ഇരിപ്പുണ്ട് ഗീസ്. ആ നല്ല രസമില്ല കാണാൻ. പിന്നെ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് പണിതാണ്. ഇപ്പോൾ 2-3 വർഷമായുള്ളൂ ഇതൊക്കെ പണിതിട്ട്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ നല്ല നല്ല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. കുറേ പൂക്കളെ ഇവിടെ റോഡാണ് കേട്ടോ. ഇവിടുത്തെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ റോഡാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് ഈ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ പോയാൽ അവിടെ വേറൊരു പാർക്കുണ്ട്. അവിടുത്തെ ആ പാർക്കും ഈ പാർക്കും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നടക്കേണ്ടവർക്ക് ഇവിടെ നടന്നിട്ട് പിന്നെ അവിടെയും കൂടെ വേണം പോയി നടക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പാർക്കിൻ്റെയും ലേക്കിൻ്റെയും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 9:14 ആയി ഇപ്പം ടൈം. ഇപ്പോഴും ഇവിടെ നല്ല ചൂടാണ്. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് ദാഹിച്ചിട്ട് വായിച്ചിട്ട് സോഡ കുടിക്കാം. അപ്പോൾ ഇന്ന് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചാണ് സൺകിസ്റ്റ്. ഞാനങ്ങനെ സോഡ കുടിക്കാറില്ല. പക്ഷേ എനിവേ എനിക്കിപ്പം ഭയങ്കരമായിട്ട് ഐ ആം സോ തേഴ്സ്റ്റി. അപ്പം ഞാൻ ഓർത്ത് എനിവേ സോഡ അവിടെ ഇരിപ്പുണ്ട്, ഇച്ചിരി കുടിക്കാമെന്ന്. അപ്പോൾ ഇച്ചിരി സോഡ കുടിക്കാവേ. അയ്യോ എന്തൊരാശ്വാസം ചൂടിൽ നിന്ന് കയറി വന്നപ്പോഴത്തേനെ.